Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. How are you? I'm fine. I am fine. Have you had your lunch? Yes, I had my lunch. Very Good afternoon, Miss. Good afternoon. Smile, please. Video on ചെയ്ത് എല്ലാവരും കാണട്ടെ നിങ്ങളെ. ലക്ഷ്മി കുട്ടിയെ ചിരിച്ചേ നോക്കട്ടെ. ഞാൻ ഇവിടെ നോക്കടാ, ഫോട്ടോയില് കാണണ്ടേ? Good afternoon, Miss. Good afternoon. ഇതെന്താണ് സ്പെഷ്യൽ ഡിവിഷൻ ആണല്ലേ? രാവിലത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സില് ഞാൻ കുട്ടികൾക്ക് എന്താണ് കൊടുത്തത്? ഇന്ന് നമ്മുടെ പേജ് നമ്പർ 35-ലുള്ള ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവിഷൻ പറഞ്ഞത് അല്ലേ? വേർഡ്സ് നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. പേജ് നമ്പർ 35 എടുക്ക്. നിങ്ങളെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം, ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ? ഓക്കെ, 35 എടുത്തോ. ഇത് നമ്മൾക്ക് ഇന്ന് വായിക്കാം. അപ്പൊ ഇന്ന് നോട്ട് ബുക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കില് ക എഴുതുക, ഹൈഫൺ ഇടുക, ഫലം. ഖ ഹൈഫൺ ഖർബൂജ, ഗ ഹൈഫൺ ഗമല, ഗദ, ഖ ഹൈഫൺ ഖട. ഞാൻ എഴുതി കൊടുത്തതിന് ചിലവർക്ക് ഗാസെ ഗമല എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു വേർഡ് പഠിക്കാമല്ലോ നമ്മൾക്ക് അവിടെ. പഠിക്കാനുണ്ടല്ലോ ഇവിടെ അല്ലെ? പേജ് നമ്പർ 37 കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഖർബൂജ്, കബൂത്തർ, ഗമല എന്നുള്ള വേർഡ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത് എഴുതി പഠിക്കണം. അപ്പോ നിങ്ങള് ഓൺലൈൻ ക്ലാസ്സിലുള്ളവർ എന്താ ചെയ്യേണ്ടത്? റിവിഷൻ ആയിട്ട് നിങ്ങള് കഴിഞ്ഞ ദിവസം നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി. ഇന്ന് പേജ് നമ്പർ 35-ലുള്ള 35, 36, 37 അല്ലെ? 7 ഒന്നുമില്ല. ഈ 4 ലെറ്റേഴ്സും ആ ലെറ്റേഴ്സിനോട് ചേർത്ത വേർഡ്സും ആ പിക്ചർ നെയിംസും നോട്ട് ബുക്കിലേക്ക് ഒരു പ്രാവശ്യം എഴുതണം. 2 times എഴുതണം കേട്ടോ. 2 പ്രാവശ്യം വെച്ച് എഴുതി പഠിക്കണത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിത് വായിക്കുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ വായിച്ചു പോയതാണല്ലേ? ഒത്തിരി പ്രാവശ്യം വായിച്ചു, നല്ല റിവിഷൻ ചെയ്തിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് പേജ് നമ്പർ 38 വരെയുള്ളത് വായിക്കണം. 35 to 38. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഫസ്റ്റ് ഋതുദേവ് സിക്ക് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ്. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാം കേട്ടോ. കലം, ഖർബൂജ, ഗാസെ ഗദ, ഖാസെ ഖട, ങാവണ്ണ ഹൊത്ത ഖാലെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞ ഹൊത്ത ഖാലെ അവിടെ ഒന്നും ഇല്ല അല്ലേ? വെരി ഗുഡ്. അപ്പോ നെക്സ്റ്റ് എവിടെ കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത്. ലെറ്റേഴ്സ് ഒന്ന് വായിച്ചു കേൾക്കട്ടെ ഋതുദേവ്. കലം, നോ അതല്ല മോനെ,
ഇവിടെ का से कमल നോ, ഈ റോയിലുള്ള ഇത് ഈ അക്ഷരങ്ങൾ ഈ ലെറ്റേഴ്സ് ഒന്ന് വായിച്ചു കേൾക്കാനാ പറഞ്ഞു. का खा ग खाना ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ഋത്ത്. നെക്സ്റ്റ് അതിന്റെ ബാക്കിയായിട്ട് അമ്ന ഫാത്തിമ. का से कमल കബൂത്തർ. का से कबूतर ഒന്നിച്ച कमल ആ ഒരു ലെറ്ററും അതിനോട് ചേർത്ത 3 വേർഡ്സും അങ്ങനെ പറഞ്ഞത്. കാസെ കമൽ, കബൂത്തർ, കട്ടുകൽ. വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ട കേട്ടോ. നെക്സ്റ്റ് കാസെ കത്ത്, ഖർഗോശ്, ഖജൂർ. खरगोश खरगोश खजूर ഖജൂർ. നെക്സ്റ്റ് गा ഗമല, गमल ഗമല. गमला എന്താണ് ഗദ്ദ? 2 ദാ ഉണ്ട് അല്ലേ? ഗദ്ദ, ഗദ്ദ. दा दाना गहना गा गड्डी कर कड़ा ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആഫ്രീൻ പർവീൻ. का से कलम ഏതാണ് വായിക്കുന്നത്? അതല്ല, അഭ്യാസം എന്ന് കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ചിത്രമൊക്കെ പേജ് നമ്പർ 38 ആ മാച്ച് ചെയ്ത ആ ലെറ്ററും ആ പിക്ചേഴ്സിന്റെ നെയിമും കൂടെ കൂടി വായിക്കാം. ഇത് का से कमला അല്ലല്ലോ, കമലയോ? എവിടെയാ അവിടെ കമലയുള്ളത്? അവിടെ എന്താ മാച്ച് ചെയ്തിരിക്കുന്നത്? കാസെ കലശ് അല്ലേ? കലശ് എന്ന് പറഞ്ഞാൽ എന്താ? താഴികക്കുടം, കലശ്. അവിടെ കണ്ടോ ഒരു പിക്ചർ? കാസെ കലശ്. ആ മാച്ച് ചെയ്ത് വായിക്ക്. कलश वाइके कासे कलश का से खजूर का से गमला का से घर ഓക്കെ, ഇത് വായിക്കേണ്ട എങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ് ആഫ്രീൻ. ആരോമൽ. നെക്സ്റ്റ് नंबर 3 चित्र देखो और नाम का पहला वर्ण लेकर शब्द पूरे करो. ആ മൂന്നാമത്തെ എക്സസൈസ് വായിക്കും. അവിടെ നമ്മള് ലെറ്റർ മിസ് ആയിട്ടുണ്ട് അല്ലേ? അവിടെ ആ ലെറ്റർ ചേർത്തിട്ട് എഴുതിയത് കൂട്ടി വായിക്കാം. ഇതാണ് ഇത് വായിക്കണം. ഫസ്റ്റ് പിക്ചർ എന്താണ്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഫസ്റ്റ് പിക്ചർ എന്താണ്? മത്തങ്ങയാണ് അല്ലേ? അപ്പൊ അവിടെ ഏതൊക്കെ ലെറ്റർ ഉണ്ടെന്ന് നോക്കിയേ. തായുണ്ട്, ദാ, 2 ദാ എഴുതിയിട്ടുണ്ട്, ദൂന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താ അത് കൂട്ടി വായിക്കുമ്പോ? കദ്ദു. നെക്സ്റ്റ് അക്ഷരം കൂട്ടി കൂട്ടി വായിക്ക്. അങ്ങനെ ഇത് വായിക്കണ്ട. ഇത് വായിക്കേണ്ട എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് ഇന്ന് മുതല എന്നാണ് അവിടെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നേ. ഹിന്ദിയാ വായിക്കണ്ടേ? അപ്പൊ ആൻഡ്രോസ് വായിച്ച് കേൾപ്പിക്കുന്നുണ്ടോ? ആരോമല് വായിക്കണം. ആൻഡ്രോസ് വായിക്കുന്ന കേട്ടോ?
कद्दू का से ആ മോളെ അങ്ങനെ കാ സേത്തൊന്നും വായിക്കണ്ട. മോൾ അവിടെ ലെറ്റർ മിസ്സായ ലെറ്റർ എഴുതിയത് കൂട്ടി എഴുതിയത് വായിച്ചാ മതി. खरगोश രണ്ടാമത്തെ ഖർഗോശ് ആണോ? घड़ियाल ആ ഘടിയാൽ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഘടിയാൽ. खरगोश ആ ഖർഗോശ്. खरगोश ഓക്കെ മോനെ വായിപ്പിക്കാമോ? ശ്രദ്ധിക്ക്. അക്ഷരം നോക്കി വായിക്കേ. ഉം. ഇതാ കൂട്ടി വായിക്ക. ആ ഗഹന कबूतर കബൂത്തർ ഖടി. വെരി ഗുഡ് വെരി ഗുഡ്. കേട്ടോ? ആരോമല് കേട്ടോ? ഒന്ന് വായിച്ച് കേൾപ്പിച്ച് നോക്കട്ടെ. വെരി ഗുഡ് ആൻഡ്രോസ്. कद्दू कदिया खरगोश ഉം. गहना ഉം. ഖടി കബൂത്തർ. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. ക്യാൻ ടേക്ക് പേജ് 35. काफे कलम അമ്മ വായിച്ചു കൊടുക്കരുത്. പിക്ചർ നോക്കിയിട്ട് അതെന്താന്ന് വായിക്കണം. ഇതാ പിക്ചർ. काफे केबोर्ड എന്താണ് ഇവിടെ? ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ അക്ഷരങ്ങളെല്ലാം പഠിച്ചു. അപ്പൊ ആ ഓരോ അക്ഷരവും കൂട്ടി കൂട്ടി വായിക്കാൻ പറ്റും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കർബൂജ. അമ്മ ഒരിക്കലും ഹെൽപ്പ് ചെയ്യരുത്. വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. നെക്സ്റ്റ്. അടുത്ത काफे कड़िया കടിയാണ് അവിടെ ഉള്ളത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇത് നോക്ക്. ഏതൊക്കെ ലെറ്റർ ആണെന്ന് നോക്കിയേ. അമ്മയോട് ചോദിക്കാം. എന്റെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ കേട്ടു. എനിക്കിവിടെ ശരിക്കും സ്പീക്കർ എന്റെ ചെവിയിലാണുള്ളത്. നിങ്ങൾ അവിടെ അനങ്ങുന്നത് വരെ എനിക്ക് കേൾക്കാം. ഇത് നോക്കടേ. ഇത് കാണുന്നില്ല അക്ഷരല്ലേ? അത് കഴിഞ്ഞിട്ടില്ല അക്ഷരം. ഇതായല്ലേ അടുത്ത അക്ഷരം. അത് വായിച്ചോ. കൂട്ടി ഗദാ കൂട്ടി വായിക്കേ. ഗദാ गासे गदा എവിടെ ഈ ഘടിയാന്ന് ഇരിക്കുന്നത്? എവിടെയുള്ളത് ഘടിയ? ആ നെക്സ്റ്റ് വായിക്കേ. ഗദ. അടുത്ത നോക്കിയേ ഏതൊക്കെ അക്ഷരങ്ങളാന്ന് നോക്കിയേ. അവിടെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണ്ടോ? ഈ കണ്ടോ അവിടെ? ഇത് കണ്ടോ? ഇതാ ഈ ലെറ്റർ ഓരോന്നായിട്ട് എടുത്തെടുത്ത് വായിച്ചു നോക്കിയേ കിട്ടും. പാൻഡ്രോസ് ഒക്കെ വായിച്ചത് കണ്ടില്ലേ? ഇതെന്നാ അക്ഷരം? ആ അടുത്തതോ? ഡായല്ലേ? ആ അതോ? ഗഡാ. गदा കടാ. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ना ആ ഞാൻ ഇങ്ങനെ പോരാട്ടോ. എക്സാം എഴുതിക്കുമ്പോ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ല. നമ്മുടെ തന്നെ എഴുതണം ഇവിടുന്ന്. അപ്പൊ നമുക്ക് അമ്മയുടെ മുഖത്ത് എഴുതി ഇപ്പം വായിക്കാൻ കിട്ടും അല്ലേ? ഓൺലൈനിലായതുകൊണ്ട്. ധനലക്ഷ്മി വായിച്ചു പഠിക്കണേ. ധനലക്ഷ്മി നെക്സ്റ്റ്. कासे कमे कासे വീണ്ടും കാസ്. അങ്ങനെ വായിക്കണ്ട മോളെ. കാസെ ആ 3 വേർഡ്സ് ഒന്നിച്ചങ്ങ് വായിക്കാം. കമൽ കബൂത്തർ നെക്സ്റ്റ്. कासे कत्ते गासे खरगोश कासे खजूर कासे गमला कासे गंदा ഗദ അല്ല സോറി ഗദ്ദ. ഗദ്ദ. कासे गहना कासे കടി. गड़ी कासे कर
കാസെ ഗണ്ട കണ്ടാന്നില്ലല്ലോ. ഖട. ഖടാന്നാട്ടോ. ഖണ്ടാന്ന് വായിച്ച മീനിങ് മാറിപ്പോവും. ഓക്കെ. ലക്ഷ്മി പേജ് നമ്പർ 38. കാസെ കാസെ പറയണ്ട പേര് പറ. കാസെ അതന്നെ. കലശ് കാസെ ഡേറ്റ്സിന് എന്താ പറയല്ലേ? ഗജൂർ. ഗജൂർ കാസെ ഗമല കാസെ ഗർ. നെക്സ്റ്റ് രാത്രി. ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ വായിച്ചത് മാത്രമല്ല ബാക്കിയുള്ള ശ്രദ്ധിച്ചിരിക്കണം. അപ്പം എക്സാം ആകുമ്പോ അമ്മേനൊന്നും ഇങ്ങോട്ട് കൂട്ടില്ല. അപ്പൊ തന്നെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം. രാത്രി. കാസെ കമൽ. എന്താ വായിക്കുന്നത് മോളെ? പേജ് നമ്പർ 38 അഭ്യാസ് 3. കദ്ദു കദ്ദു. ഖടിയാർ खरगोश गहना कबूतर yes खड़ी खड़ी very good next ശ്രീഷ്ണ ശ്രീഷ്ണ എന്താ അവിടെ കിടക്കുന്നേ വൃത്തി സുഖമില്ലേ ശ്രീഷ്ണയ്ക്ക് എന്താ സുഖമില്ലാത്ത പോലെ പനിയാണോ എന്നാ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ വിഷമാവോ വായിക്കണല്ലേ പിന്നെ വായിച്ചാ മതി എന്നാല് खरबूजा गदा गड़ा ना वर्ण होता खाली ओके वेरी गुड टेक रेस्ट कृष्णा कविता खा खा ओके काटे कमल कबूतर कटहल घासे घट खरगोश गजूर घासे गमला गदूत गहना गद्दा ना गद्दा गद्दा ओके खर गटा गदा वेरी गुड कविता नेक्स्ट पार्वणा पार्वणा पेज नंबर 38 घासे खजूर അല്ല അങ്ങനെയല്ല മോളെ ഫസ്റ്റ് കാ എന്ന ലെറ്റർ എടുത്ത് ഒരേ ഓർഡർ തന്നെ പേജ് നമ്പർ 38 കാസെ കലശ് ഫസ്റ്റ് വായിച്ചു പേജ് നമ്പർ 38 നമ്പർ 1 का कलेश का खजूर का गागर गा से गमला खा से कर ओके गुड काशीनाथ അൺമ്യൂട്ട് ചെയ്തില്ലേ കാശിനാഥ് അൺമ്യൂട്ട് ചെയ്തില്ലേ കേട്ടില്ല മിസ്സിന് കേൾക്കുന്നില്ലേ ഇപ്പൊ കേൾക്കുന്നുണ്ട് നേരത്തെ കേട്ടില്ല ഒന്ന് വായിച്ചു മോനെ നമ്പർ 3
घड़ियाल, खरगोश, गहना, कबूतर, गड्डी। Okay, very good. Anna Grace. Page number 35. कासे कलम, कासे तरबूज, Kharbuja. എന്താണ് അന്ന ഗ്രേസ്? ഖാസ എന്താണ്? മസ്ക് കർബൂജ. तरबूज, ആ गड्ढा, गदा, ഗാസെ ഗദ ഖാസെ വായിച്ചല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇനി ആരാണ് വായിക്കാനുള്ളത്? എല്ലാരും ആയല്ലേ? ഓക്കെ, ഇത്രയും പേരേ ഉള്ളൂ ക്ലാസ്സില്. ഫസ്റ്റ് ക്ലാസ്സില് നിങ്ങളുടെ ആര് സ്കൂളിൽ വരുന്നവരല്ല? ഒരു അപ്രിൽ വരുന്നതാണ്, അമ്ന പത്മ വരുന്നതാണ്. ഞാൻ സ്കൂളിൽ വരാറില്ലേ ഇപ്പോ? ഇവിടെ ഓൺലൈൻ ക്ലാസ്സിന് മാത്രമായിട്ടുള്ളവർ ഇവിടെ ആരൊക്കെയാണ്? ഗാത്രിയും ഋതുദേവ്, ആൻഡ്രോസും. അന്ന ഗ്രേസ് സ്കൂളിൽ വരാറില്ല? ഇല്ല ഇല്ല അല്ലെ? പാർവണേ അല്ലെ? ഇത്രയും പേര് സ്കൂളിൽ വരാത്തവരാണ്. ആരോമല്, ധനലക്ഷ്മി. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി ഓൺലൈൻ സ്കൂളിൽ വരാത്തവർ ഇനിയും ഉണ്ടല്ലോ ഒത്തിരി പേര്. അവരൊന്നും ഓൺലൈനിൽ കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റിവിഷൻ കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ ആരും വായിക്കാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഇല്ല, എല്ലാരും തന്നെ വായിച്ചു. ഇപ്പോ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വരുന്നത് പേജ് നമ്പർ 39, 40, 41. ചാച്ച ചാച്ചാഞ്ഞ 42 വരെയുള്ളത് അതിന്റെ ആ എക്സസൈസ് വരെ പഠിച്ചിട്ട് വരണം. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് പറഞ്ഞത് എന്താണ്? ഒന്നുകൂടെ നിങ്ങൾ എഴുതിക്കോ കേട്ടോ അത്. എന്നാലേ ആ അക്ഷരങ്ങളും വാക്കുകളും ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. എന്താണ് എഴുതേണ്ടത്? കാ എഴുതുക, ഹൈപ്പൺ ഇടുക, കലം. ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന കുട്ടികളെ ഇനി എഴുതണ്ട. അവർക്ക് ഞാൻ എഴുതി കൊടുത്തു, അവരത് 2 times എഴുതി കാണിക്കുകയും ചെയ്തു. കുറച്ചു പേരുടെ ചെക്ക് ചെയ്തുള്ളൂ, അപ്പോഴേക്കും വിടാറായി. അതുകൊണ്ടാണ്. അപ്പോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? കാ എഴുതുക, ഇന്നത്തെ ഡേറ്റ് ഇടുക അവിടെ. കാ ഹൈപ്പൺ കലം, ക ഹൈപ്പൺ കർബൂജ, ഗ ഹൈപ്പൺ ഗദ, ക ഹൈപ്പൺ ഘട. ആ 4 വേർഡ്സ് നിങ്ങൾ ഹൈപ്പൺ ഇട്ടിടുക. വേറെ ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, ഈ 4 വേർഡ്സ് മാത്രം കേട്ടോ. അതൊരു 2 times. അത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ ആകും. ഒരു പേജിലേ എഴുതാനുണ്ടാവുള്ളൂ. എന്നാലും ലൈൻ ബാക്കിയാണ്. 2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ മതി. അതിന്റെ കൂടെ നിങ്ങൾക്ക് കാ ഖ ഗ ഖ എന്നും എഴുതി പഠിക്കാം. അപ്പോ അതേ ഉള്ളൂ ഹോംവർക്ക്. നെക്സ്റ്റ് ഡേ റിവിഷൻ പറഞ്ഞിരിക്കുന്നത് 39, 30, 40, 41, 42. കുറെ പേജ് ഉണ്ടെന്നേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാ വായിക്കേണ്ടത്? ചാസെ ചടായി, ചാസെ ചത്തരി. കൂട്ടി കൂട്ടി വായിച്ച് പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ കേട്ടോ. ഇന്നത്തെ പോലെ ആവല്ലേ. ഇന്നിപ്പോ എല്ലാരും തന്നെ വായിച്ചു. കുറച്ച് പേരേ ഉള്ളൂ, 2-3 പേരേ ഉള്ളൂ. ജാസെ ജഹാസ്, ചാസെ ചർണ, ഞാൻ പറഞ്ഞ പോലത്തെ കാര്യം. അപ്പൊ ആ 4 വേർഡ്സ് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരിക. ശബ്ദകോശില് ചാസെ ചമ്മച്ച്, ചർക്ക ചമേലി, ചാസെ ചത്ത, ചൽനി ചടി, ജാസെ ജൽ, ജഗ് ജലേബി, ചാസെ ചബില, ചണ്ട ചടി. അത് വായിക്കാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അത് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടില്ല. only 4 words. Write in your notebook. How many times? Only 2 times. Okay. പിന്നെ എന്താണ് അഭ്യാസിൽ നോക്കിയേ? 42.
वर्ण पहचानो और सही वर्ण पर गोला लगाओ अल्ले അവിടെ ലെറ്റേഴ്സ് നോക്കുക റൈറ്റ് സൈഡിൽ അതേ സെയിം ലെറ്റർ ഉണ്ടോ നോക്കിട്ട് സർക്കിൾ ചെയ്യാം രണ്ടാമത്തെ എക്സസൈസിൽ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ പിക്ചേഴ്സിന്റെ നെയിം എഴുതിയതിൽ അതില് പഹല വർണ്ണ ഇല്ല അല്ലേ മിസ്സിംഗ് ലെറ്റർ ആണ് പഹല വർണ്ണ അപ്പൊ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ എഴുതിയ ലെറ്ററും കൂട്ടി ചേർത്ത് വായിക്കണം ഫസ്റ്റ് പിക്ചർ നെയിം ഈസ് ജലേബി ചർക്ക ജഹാസ് ചമ്മച്ച് ചർണ ചത്തരി ഇനിയിപ്പം നേരത്തെ ക്ലാസ് കിട്ടാത്തവർക്കായാലും ഇപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കുകയും കൂടി ചെയ്യാം ഓക്കെ മൂന്നാമത്തെ എക്സസൈസ് ആയിട്ട് വന്നത് സഖി വർണ്ണലിഖിതർ ഖാലി ജഗഹ് ഭരം അല്ലെ ഇവിടെ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അവിടെ വ്യഞ്ജനാക്ഷരങ്ങൾ മിസ്സായിട്ടുണ്ട് ഡാഷിന്റെ അടുത്ത് ഖ എഴുതുക ഗ രണ്ടാമത്തെ ഡാഷിന്റെ അടുത്ത് ഖ അങ്ങനെയാണ് എഴുതുന്നത് രണ്ടാമത്തെ റോളിൽ എന്താണ് ച ഛ ജ ഛ ഞ ഇതാണ് നെക്സ്റ്റ് ഡേ എഴുതുന്ന പേജ് എന്തെങ്കിലും ക്ലാസ്സസ് ആണ് ക്ലാസ് കഴിഞ്ഞു കേട്ടോ റിവിഷൻ കഴിഞ്ഞു ഇനിയിപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം നമ്മളൊക്കെ ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ലിസൺ ഹിയർ ഇന്ന് ക്ലാസ്സിൽ വന്ന ആരെങ്കിലും ഉണ്ടോ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നു ആരുമില്ല അല്ലേ അന്ന ഫാത്തിമയൊക്കെ നാളെ വരേണ്ട കുട്ടികളാക്കുന്നു അല്ലേ അത്രയും നാളെയല്ലേ എന്താ തലയില് ബട്ടർഫ്ലൈയാ അപ്പറിന്റെ തലയിൽ എന്താ കളർഫുൾ ആയിട്ടിരിക്കുന്നത് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ പാട്ട് പാടണോ ആർക്കെങ്കിലും വേണ്ട റിസേവിന് വേണ്ട റിസേവിന് കൊടുത്താലോ നല്ല പാട്ട് പാടാൻ ഋതുദേവേ പ്ലീസ് അൺമ്യൂട്ട് പാട്ടോ കഥയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ ഇനി ഒരു 9 മിനിറ്റേ ഉള്ളൂ ഏടാ ഒരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് വയസ്സായി എന്നാൽ ഇര തേടാനാകുന്നില്ല എന്നാൽ സിംഹം എല്ലാവരെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ വയസ്സായി അതുകൊണ്ട് എനിക്കിനി ഇര പിടിക്കാനാകില്ല അതുകൊണ്ട് നാളെ നിങ്ങൾ ഓരോരോ ആളായിട്ട് എന്റെ ഗുഹയിലേക്ക് വരണം അവരെ ഞാൻ പിടിച്ചു തിന്നും ആ ശരി സിംഹരാജാവേ ഞാൻ നാളെ വന്നോളാം എന്നിട്ട് പിറ്റേ ദിവസം ഒരു ആമ പോയി എന്നിട്ട് ആ ആമയെ സിംഹം കൊന്നു തിന്നു അങ്ങനെ എല്ലാ ദിവസവും കുറെ മൃഗങ്ങൾ പോയി അവസാനത്തേത് ഒരു മുയലാണ് പോകാനുള്ളത് എന്നാൽ മുയൽ പറഞ്ഞു അമ്മ ഞാൻ പോകാം അന്നേരം അമ്മ പറഞ്ഞു വേണ്ട നീ പോയാൽ സിംഹം നിന്നെ പിടിച്ചു തിന്നും എന്റെ അടുത്ത് കുറെ ഐഡിയകളുണ്ട് അത് വെച്ചിട്ടേ ഞാൻ പോകൂ അങ്ങനെ പറഞ്ഞ് മുയൽക്കുട്ടി ലേറ്റ് ആയിട്ട് പോയി സിംഹത്തിന് വിശന്നു തളർന്നു മുയൽ സിംഹത്തിന്റെ അടുത്തെത്തി നേരം സിംഹം പറഞ്ഞു നീ എത്ര നേരമായി പോയിട്ട് നിനക്ക് എത്ര വിശപ്പുണ്ട് എന്നറിയോ എന്നിട്ട് മുയൽ പറഞ്ഞു അങ്ങനെ ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത് എന്നാൽ
നിങ്ങളെ പോലെ തന്നെ മറ്റേ ഒരു സിംഹം ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. അതുകൊണ്ട് ഓം വെറുതെ തട്ടിപ്പ് പറയുന്നതാണ് എന്ന് പറഞ്ഞു. എന്നേരം സിംഹത്തിന് ദേഷ്യം വന്നു. അതെവിടെയാ ഉള്ളേ, കണ്ടുപിടിച്ച് എനിക്ക് തരുമോ അങ്ങനെ ചോദിച്ചു. എന്നാൽ എന്റെ കൂടെ വരൂന്ന് മുയൽ പറഞ്ഞു. മുയൽ സിംഹത്തിനെയും കൂട്ടി ഒരു പൊട്ടക്കിണറ്റിൽ പോയി. അതിൽ നോക്കുമ്പോൾ സിംഹത്തിന്റെ നിഴല് കാണും. എന്നേരം പറഞ്ഞു, ആരാടാ നീ എന്ന് ചോദിച്ചു. എന്നേരം തിരിച്ചാരാടാ നീ ചോദിച്ചു. എന്നെ പോലത്തെ വേറെ ഒരു സിംഹവും ഇല്ല ചോദിച്ചു. എന്നെ പോലത്തെ വേറെ ഒരു സിംഹവും ഇല്ല ചോദിച്ചു. എന്നേരം ഈ സിംഹത്തിന് ദേഷ്യം വന്ന് കിണറ്റിൽ തുള്ളി. എന്നേരം മുയൽ പറഞ്ഞു, ഞാൻ തട്ടിപ്പ് പറഞ്ഞതാണ്, അതിലാരും നിങ്ങളെ ഞാൻ കൊല്ലാൻ നോക്കിയതാണ് പറഞ്ഞ് സിംഹം അവിടെ കിടന്ന് ചത്തുപോയി. കഴിഞ്ഞു. ആ നല്ല എന്താണ് ബുദ്ധിമാനായ മുയലായിരുന്നു അതല്ലേ? അത് നല്ലൊരു സ്റ്റോറിയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തായിരുന്നു ദേവന്. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് അവൻ ആ സ്റ്റോറി പറഞ്ഞു തന്നു നമ്മൾക്ക്. എല്ലാരും കേട്ടിരുന്നു. ദേവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അപ്പോ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഇനി അടുത്ത ദിവസം ആരാണ് നമ്മുടെ കാഴ്ചനാഥ് നല്ലൊരു സ്റ്റോറി ആയിട്ട് വരും. അതുപോലെ അടുത്ത ദിവസം ധ്യാനം ഏൽപ്പിക്കാം. ആരോമലുണ്ട്. ഇപ്പൊ ബോയ്സിന് ആദ്യം അവസരം കൊടുക്കാം അല്ലെ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. ബൈ ബൈ, സി യു, ബൈ. ബൈ.